കണ്ണൂർ കുടിയാൻമല വലിയരീക്കാമലയിൽ പുലി ഇറങ്ങിയതായി സംശയം. 3 ആടുകളെ കൊന്നു. ഹോളിക്രോസ് സ്കൂളിന് സമീപത്താണ് സംഭവം. ചോലങ്കേരി വിനോയുടെ വീട്ടിലെ ആടുകളെയാണ് കൊന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഈ പുലിയെ പിടികൂടുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ടോ? കൂട് സ്ഥാപിച്ചിട്ടുണ്ടോ? എന്താണ് വിവരം? ഇന്നലെ രാത്രിയാണ് ആര്യ കുടിയാമല വലിയരീക്കാമല പ്രദേശത്ത് 3 ആടുകളെ, ചോലങ്കേരി ബിനോയിയുടെ വീട്ടിലുള്ള 3 ആടുകളെ പുലി പിടിച്ചതായിട്ടുള്ള സംശയമുണ്ടായത്. ഈ പുലി പിടിച്ചത്, അതായത് ആടുകൾ മരിച്ച നിലയിൽ അല്ലെങ്കിൽ ആടുകളെ കൊന്ന നിലയിൽ തന്നെയാണ് ഇന്ന് രാവിലെ കാണുകയും ചെയ്തത്. പ്രദേശത്ത് ഈ പുലിയുടേതാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില സംശയങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഉണ്ടായി എങ്കിൽ കൂടി അത്തരത്തിൽ സ്ഥിരീകരണം ഇപ്പോൾ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ എല്ലായിടത്തും, അതായത് മാതമംഗലം, പിന്നീട് വെള്ളാവില്, പിന്നീട് പട്ടുവത്ത്, അതിനുശേഷം ചെങ്ങളായി, ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വലിയരീക്കാമലയിലും ഇങ്ങനെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ചെങ്ങളായിലും അതുപോലെ തന്നെ വെള്ളാവിലുമൊക്കെ പുലിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തതാണ്. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ മലയോര മേഖലയിലൂടെ പുലി സഞ്ചരിക്കുന്നതാവാം എന്നുള്ള ചില നിഗമനത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. എന്തായാലും ഈ മേഖലയിലെല്ലാം ഒരു വനം വകുപ്പിൻ്റെ പരിശോധനയും ഡ്രോണും അതുപോലെ തന്നെ കൂടും ഒക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള, ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിലേക്ക്, പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും പുലിയുടേതാണ് എന്നുള്ളതാണ് വലിയരീക്കാമല ഹോളിക്രോസ് സ്കൂളിന് സമീപത്തുള്ള ചോലഗിരി ബിനോയിയുടെ ആടുകളെ പിടികൂടിയത് അല്ലെങ്കിൽ കൊന്നത് പുലിയാണ് എന്നുള്ള ഏകദേശ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാൽപ്പാടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളോ, അത് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്ന തെളിവുകളൊന്നും തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം നൽകാൻ വേണ്ടി കഴിയാത്തത്. പക്ഷേ ഏകദേശം ഒരു പുലിയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, ഈ കടിയുടെ പാടുകൾ കഴുത്തിൻ്റെ ഭാഗത്താണ് പ്രധാനമായും കടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങളും അത്തരത്തിലുള്ള നിരീക്ഷണമൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് പുലി തന്നെ ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ പുലി ഭീതിയിലാണ്. ജലവാസ മേഖല കൂടിയാണ് ഈ വലിയരീക്കാമലയും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടിട്ടുള്ള ചെങ്ങളായി എടക്കളം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ജനവാസ മേഖലയാണ്. അവിടുത്തെ നാട്ടുകാരാകെ തന്നെ ഭീതിയിലാണ്. രാത്രിയിലും അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ പോലും കൃത്യമായ രീതി അല്ലെങ്കിൽ ഒരു ഭീതിയില്ലാത്ത അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത്. എന്തായാലും വനം വകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരുമെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതരുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും ഒക്കെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ പരിശോധനയും അതുപോലെ തന്നെ തിരച്ചിലുമെല്ലാം ഈ വനം വകുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആര്യ.